നഫ്സിനെ കണ്ടാലറിയാത്ത മഹ്ശറാവൻ സഭയിൽ സ്വാർത്ഥലോകന മനുഷ്യന്റെ നഫ്സി നഫ്സി യാ നഫ്സി. കുയിലേ കുയിലേ ഇനി വസന്തമേ ഇളമൈ രാഗം ഇതുവേ ഇതുവേ നില ഇനിമയേ ഉദയമാനമേ പുതിയ കോലമേ വിളികൊതിയാവിലും പത്മജാനമേ അങ്ങനെ തരുന്നാളും നാളിതു നാളെ കവിതൈ പാട് കുയിലേ കുയിലേ. റെഡിയാണോ? ഇല്ലേ? ഉണ്ട്. യെസ് എന്ന് പറയണ്ട ചേച്ചി. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സ്പിരിറ്റോട് കൂടി നമുക്ക് അടുത്ത ഒരു ഗ്യാപ്പിൽ ഒരു ചെറിയ മത്സരത്തിലൂടെ നിങ്ങൾക്കൊരു സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. കുട്ടികളൊക്കെ സമൂഹ നന്മക്കും നാടിന്റെ വളർച്ചയ്ക്കും വേണ്ടി സ്വയം സമർപ്പിച്ചു. മോഹങ്ങളും സുഖാനുഭൂതികളും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആശ്വാസം ചെയ്യട്ടെ ഒട്ടകമേറ്റിൽ സ്വപ്നമൊരുക്കും പ്രിയ സോദരർക്ക് അല്ലാഹ് ചെയ്യട്ടെ ഒട്ടകമേറ്റിൽ കടൽ താണ്ടി വന്നാലും കൊടും ചൂടിനെന്നാലും കനൽ പോലെ തരും പുഞ്ചിരി അല്ലാഹ് ചെയ്യട്ടെ അല്ലാഹ് ചെയ്യട്ടെ അല്ലാഹ് ചെയ്യട്ടെ.
കൂട്ടായ്മയുടെ ഒരു പ്രഥമ സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. അതൊരു വലിയ ഉത്സവമാക്കി നമുക്ക് മാറ്റണം. ഇനിയും ഒരുപാട് മുന്നോട്ട് ചുവട് വെക്കാനുള്ള ഒരു വലിയ കൂട്ടായ്മയായി മാറട്ടെ ഈ ഒരു ഓണം എന്ന് പറയുന്നത്. അടുത്തതായി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അബ്ദുള്ള TM, നാഷണൽ ക്ലബ് സെക്രട്ടറി. അദ്ദേഹത്തെ താങ്ക് യു. വെൽക്കം സാർ. ചെയ്യുന്നു മിസ്റ്റർ നിതീഷ്, മാവൂർ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ നിതീഷ്. അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വാട്സപ്പിലെ ഗ്രൂപ്പ് അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഉപ്പമാര് ഉമ്മമാരെല്ലാവരും ഉണ്ട്. ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല. നമ്മൾ ഈ പ്രോഗ്രാം എന്തിനാണ് വെച്ചത്, എന്താണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് ആശങ്കയുണ്ടാവും. എന്താണ് സംഭവം? നമ്മുടെ നാട്ടുപ്രദേശത്തെ ഇങ്ങനെ ഒരു ചെറിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇത്രയും വലിയൊരു പ്രോഗ്രാം എന്തിനാണ് വെച്ചത്, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. നമ്മളുടെ പേര് പോലെ തന്നെ ഒരു ഓളം മ്യൂസിക്കൽ ഇവന്റും പിന്നെ നാട്ടിലുള്ള ഒട്ടനവധി കലാകാരന്മാർക്ക് സ്റ്റേജിൽ ഒരു അവസരം. അപ്പൊ ഇതിനൊക്കെ ഇനി ഒരു അവസരത്തിൽ നന്ദി പറയാൻ ഈ സ്റ്റേജിൽ അവസരം കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, എല്ലാത്തിനും എല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി ഇതുവരെ കണ്ടത് അല്ല കഥ, ഇനി വരാൻ പോകുന്നുള്ളൂ നല്ല മാജിക് ഷോ, അതേപോലെ മിമിക്സ്, പരേഡ്, ബാപ്പുട്ടി കൊണ്ടോട്ടിയുടെ ഗാനമേളയും വരുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതലൊന്നും സംസാരമുള്ളൂ. നമ്മള് രക്ഷിതാക്കളും അതേപോലെ നമ്മളെ ഗ്രൂപ്പ് അംഗങ്ങളും ഗ്രൂപ്പിലെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്താനും കൂടി പറയാണ്. അപ്പോൾ നമ്മളെ ഗ്രൂപ്പ് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടു കൂടി അധ്യക്ഷ പ്രസംഗത്തിന് നല്ലൊരു ഗൈഡ് കൊടുത്തുകൊണ്ട് മാവൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടേതായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മിസ്റ്റർ KC വത്സരാജ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാഹിബ് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വാർഡ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി C മുഹമ്മദ് മാഷിനെയും നമ്മുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട മാഷയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കുവൈറ്റ് KMCC കുന്നമംഗലം പ്രസിഡന്റ് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ സെയ്ദ് മുഹമ്മദ് ബാവയെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് നിതീഷിനെയും നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ പരിപാടിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഗ്രൗണ്ട് വോളിബോൾ ഗ്രൗണ്ടാണ്. ഈ വോളിബോൾ കുറ്റിക്കടവിന്റെ യശസ് വാനോളം ഉയർത്തി പല മേഖലകളിലേക്ക് കൊണ്ടുപോയ വോളിബോൾ നാഷണൽ ക്ലബിന്റെ സെക്രട്ടറി അബ്ദുള്ള TMനെ, അഥവാ നമ്മളൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന കൊമ്പനെ, ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഒരു സന്തോഷ് ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. സന്തോഷിനെ നമ്മൾ വിളിച്ചതാണ്. CPMന്റെ ഒരു നേതാവ് കൂടിയാണ് സന്തോഷ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു. സൗഹാർദ്ദപരമായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ, അത്തരത്തില് നിധാനമായ വാട്സപ്പ് ഗ്രൂപ്പായ കുറ്റിക്കോട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നാട്ടിലെയും അതേപോലെ പരിസര പ്രദേശങ്ങളിലുള്ളവരെയും പ്രത്യേകിച്ച് ഓരോ ദിവസവും കഴിയുമ്പോഴും ലഹരിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലഹരിക്കെതിരെ ഒരു ഓളം സൃഷ്ടിച്ചുകൊണ്ട് കുറ്റിക്കടവ് വാട്സപ്പ് ഗ്രൂപ്പ് ഇതാ കുറ്റിക്കടവിന്റെ തങ്കലിപികളിൽ ചരിത്രത്തിൽ ഒരേട് ഇതാക്കണ ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യമാക്കിയതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വാസന്തി വിജയനെ ക്ഷണിക്കുന്നു. താങ്ക് യു.
ഒരു സായാഹ്ന സന്ധ്യയിലാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കുറ്റിക്കട വാട്സാപ്പ് കൂട്ടായ്മ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ ഓണം സൃഷ്ടിക്കുന്നതിന് ഒരു കൂട്ടായ്മ മാത്രമല്ല, നാം ഈ സമൂഹം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാൻ നമ്മൾക്ക് എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മുടെ കടമയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇടപെട്ടുകൊണ്ട് അതിനുവേണ്ടി അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ബോധിപ്പിക്കാനുള്ളത്. പല കലാപരിപാടികൾ ഈ സ്റ്റേജിൽ അരങ്ങേറേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കാരണം നമ്മളെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്തിരി സമയം നമുക്ക് നമ്മുടെ പിരിമുറുക്കം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് പല ആളുകളുടെയും ഉള്ളിലുള്ള സർഗവാസനകളെ ഇത്തരത്തിലുള്ള വേദികളിലൂടെ ഉയരട്ടെ എന്നും നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് നീങ്ങാനുള്ള പ്രേരണ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി കൊണ്ട് കൊടുക്കാമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ടേബിൾ നമ്മൾ കൊണ്ടുവന്ന അവിടെ ഉണ്ട്. അവിടെ കുറ്റിക്കടവ് വാട്സപ്പ് ഗ്രൂപ്പ് ഓളം 2024 സെലിബ്രേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിറഞ്ഞ കൈയ്യടിയോടുകാല് ഒരാഘോഷമാണ്, പ്രഥമ സംരംഭമാണ്. ബ്രോഷർ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഈ ബ്രോഷർ അദ്ദേഹം നൽകുന്നത് നിങ്ങളുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടക വാസന്തി മാഡത്തിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചടങ്ങ് ഇവിടെ നടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മാജിക് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. ഫ്ലാഷ് വരുള്ളൂ. അപ്പോൾ അടുത്ത ഒരു ഗാനം, ഈ ഒരു ഗാനം ഒരു ഡ്യുവറ്റ് സോങ് ആണ്. ഈ ഒരു ഡ്യുവറ്റ് സോങ്ങിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക ജംഷാദ് ആൻഡ് ഷാദിയ. അത് നല്ല കൈഡ് കൊടുത്തുകൊണ്ട് ജംഷാദിനെയും ഷാദിയെയും ക്ഷണിക്കുകയാണ്.
ഒരു രാവ് കൂടുതൽ ആളുടെ സമയത്ത് വരുള്ളൂ. ഓളം പ്രോഗ്രാമിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന കലാപ്രേമികളെ, വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട മെമ്പർമാർ, ഒരുപാട് പ്രിയപ്പെട്ട നേതാക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ എൻ്റെ പ്രോഗ്രാം. മധുവർണ്ണ പൂവല്ലേ നറുനില പൂവോളല്ലേ മധുരപ്പാതീനേഴിൽ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാ
കലാപ്രേമികളെ, നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നടത്താൻ ഉദ്ദേശിച്ച മുതൽ ഇതിനു വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് കുറേ കണ്ണാദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഷാഫി നൗഷാദ്, അതുപോലെ തന്നെ ജംഷി, ഒരുപാട് ആളുകൾ, അൽഫി ഉസ്മാൻ, അങ്ങനെ കുറേ ആളുകൾ പേരെടുത്ത് കൂടുതൽ പറയുന്നില്ല. എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രോഗ്രാം നിശ്ചയിച്ച ആ ഡേറ്റ് മുതൽ ഇന്നത്തെ ദിവസം വരെ വളരെ ഒരു വിരൽത്തുമ്പലൂടെ 80,000-ഓളം ആളുകളിലേക്ക് ഈ പ്രോഗ്രാമിന്റെ മെസ്സേജുകൾ എത്തിച്ച തത്സമയം അൻസാർ, അദ്ദേഹത്തെ പ്രത്യേക ഞാൻ ഈ നന്ദി അറിയിക്കുകയാണ്.
சென்டிமீட்டர் சிரிக்க சொல்லி கேட்டேன். அவ சிரிச்சா சிரிப்பில் 100 பேர் செத்து போயிட்டான். ஒரு பொண்ணு ஒண்ணு நான் பார்த்தேன். சென்டிமீட்டர் சிரிக்க சொல்லி கேட்டேன். அவ சிரிச்சா சிரிப்பில் 100 பேர் செத்து போயிட்டான். பாப்பு 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 பாப்பு. ஒரு ஆள ஒண்ணு நான் பார்த்தேன், கண்ணை திறந்து பார்க்க சொல்லி கேட்டேன். அவன் பார்த்த பார்வையில பச்சை தண்ணி. സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ തന്നെ നല്ല നല്ല കലാകാരന്മാർ അണിനിരക്കുന്ന ഇവിടെ റെഡിയാണ്, അതിന്റെ ആർട്ടിസ്റ്റുകളും റെഡിയാണ്. ഒരു നല്ല ഗൈഡ് കൊടുത്തിട്ട് പ്ലീസ് എല്ലാവരും. ഏതായാലും നമ്മൾ ഒരുപാട് വൈകി അല്ലേ? ഓക്കെ, താങ്ക് യു. എങ്ങും പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായി ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള പലരും ഇന്ന് സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്നവരുമാണ്. അതിലുപരി ഇന്റേണൽ ഓർഗൻസുകൾ തകരാറിലായിട്ട് മരണപ്പെട്ട ആളുകളും വിരളമല്ല. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ എത്തുന്ന 90% ആളുകളും കൗമാരക്കാരാണ്. അതിൽ സമ്പന്നരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും മക്കളും ഉൾപ്പെടുന്നു. 1000 പ്രതീക്ഷകളോടെ വളർത്തിയ മക്കളെ കൊണ്ട് ഇവിടെ ഏൽപ്പിച്ച് തിരിച്ചു പോകുന്ന പേരൻസ് കരഞ്ഞ് വിഷമിക്കുന്നത് പലപ്പോഴും ഞാൻ കാണാറുണ്ട്. കടുത്ത ലഹരിക്കടിമപ്പെട്ട ഒരാളെയും പൂർണ്ണമായും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന ഉറപ്പ് നൽകാനൊന്നും ഈ ക്ലാസ്സിന് കഴിയില്ല. തുടക്കത്തിൽ തന്നെ ഇതൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനോ നിരാശപ്പെടുത്താനോ അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഏതെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങി അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയവരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. പക്ഷേ ഇതിൽ നിന്നും മുക്തി നേടി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. ഒരു ഭ്രാന്തനെ മരുന്ന് കൊടുത്തു മാറ്റാനാവും, എന്നാൽ ഭ്രാന്തനെ പോലെ പെരുമാറുന്ന ലഹരിക്കടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഓൾ സ്റ്റാൻഡ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഡൗൺ, ഹാൻഡ്സ് അപ്പ്, ഡൗൺ, ഹാൻഡ്സ് അപ്പ്, ഡൗൺ. ശരീരവും മനസ്സും നന്നാവട്ടെ, ശരീരവും മനസ്സും നന്നാവട്ടെ, ശരീരവും മനസ്സും നന്നാവട്ടെ. ആരോട് വിളിച്ചു വിട്ടത്?
ഇത് നമ്മളെ ആളാണ്, കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ സെന്ററാണ്. ഇരുട്ടിനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പറ്റും കുറച്ച് ഞങ്ങൾ ശാന്തന്മാരായിട്ടുള്ള സ്ഥലമാണ്. സൈലൻസ്. അയാൾ പറയട്ടെ പ്ലീസ്. ഇവിടെ വിളിച്ചും നിങ്ങൾ ക്ലാസ്സിൽ സൈലന്റ് ആവും. എന്താ ലഹരി മോചനം, അല്ല, ഇവിടെ ചികിത്സ, ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമല്ല എന്നായിരുന്നു. ഇവർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇവിടുന്ന് പരിപാടി നടത്തുന്ന കുട്ടികളൊക്കെ ഐസ്ക്രീം വാങ്ങിയിട്ട് ഇവിടെ ഈ പുഴയിലിട്ടാണ്. പുഴ മലിനമാണ്. കുറച്ച് ആൾക്കാരുടെ വണ്ടി അവിടെ ഇവിടെ നിർത്തിയിട്ട് അവരെ പുക കാരണം അന്തരീക്ഷം മലിനമാണ്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് നമ്മളറിയുന്ന ആളാണ്. വെളിച്ചം വന്നുകൊണ്ട് ഞങ്ങൾ ടീമാരും ഇറങ്ങൂല. ഞങ്ങൾക്ക് ഇരുട്ട ഇഷ്ടം. ഞങ്ങൾ പ്രകൃതിദത്തമായ എന്താണ് അഡിഷൻ സെന്റർ ഇവിടെ കിട്ടാത്ത സാധനമൊന്നുമില്ല. മദ്യല്ല ഇവിടെ. എന്താ ഇത് സംഭവം? ഇതെന്താണ്? കരിങ്ങാലി വെള്ളം. ഇതെന്തിനാ ഈ കുപ്പിയിൽ ഇങ്ങനെ നിറച്ച്? ഇതിൽ കുടിച്ചാലേ ഉള്ളൂ ഇറങ്ങുള്ളൂ. ഹലോ ഒച്ചുണ്ടാക്കിയിട്ട് ഇതെന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ടുള്ള സ്ഥലമാണ്. ഈ ശരിയാണ്. എനിക്ക് ഉറക്കം വരുള്ളൂ. അവിടെ ഇതുപോലെ നിങ്ങളെ ഓരോരോ ശീലങ്ങളും മാറ്റിയെടുക്കണം. ഇതൊക്കെ മാറ്റാം. നമുക്ക് ഇതൊക്കെ ശരിയാക്കിയെടുത്ത് നല്ല സമൂഹത്തിൽ ഉന്നതയിലെത്തിയ ആളുകളും ഇതുപോലെ ഇതിനു മുമ്പും ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ഹലോ, അത് നോക്കണ്ട. അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ടാണ്. നമുക്ക് ശരിയാക്കാം. എന്താ പ്രശ്നം? കരയല്ലേ? പറയ്. എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താണിത്? ഇതൊക്കെ ശരിയാവും. ഒന്നുകൊണ്ട് ടെൻഷനാണ്. കുട്ടികളെ മക്കളെ കാണാം. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഇരിക്കും. അന്ന് പോന്നതാ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയം. എന്താണ് ഇതുപോലുള്ള വിഷമമുള്ള ആളുകളാണ് മദ്യത്തിനെ ഇതുപോലെ മദ്യലഹരിയിലാവാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെ വിഷമം നിങ്ങൾ പാടി പറഞ്ഞാൽ മതി. ഒരു പാട്ടായിട്ട് പാടി. നിങ്ങളൊരു കലാകാരനല്ലേ? നിങ്ങൾക്ക് കലാ ആസ്വാദനവും കലയും ഒക്കെ ഉള്ള ആളല്ലേ? നിങ്ങൾ ആ സംഭവം ഒരു പാട്ടിലൂടെ നമുക്കൊരു ഉന്മേഷം വരട്ടെ. ഒന്ന് പാടി. നിങ്ങൾ പാടി. പലരും നമ്മളെ ഇടങ്ങേറാക്കണ്, മതിയായി എനിക്ക് ലൈഫ്. പലരും നമ്മളെ ഇടങ്ങേറാക്കണ്, മതിയായി എനിക്ക് ലൈഫ്. പതിവായി നമ്മളെ ആട്ടിയകറ്റണ് മക്കളും എൻ പ്രിയ വൈഫ്. പലരും നമ്മളെ ഇടങ്ങേറാക്കണ്, മതിയായി എനിക്ക് ലൈഫ്. പതിവായി നമ്മൾ
വൈഫ് ഇരുൾ മൂടിയാൽ തീമിനെ ഒപ്പിച്ച് ലഹരി തേടി നടന്നു ഞാൻ ലഹരി തേടി നടന്നു ഈ ഈശയിലുള്ളത് തീർന്നു എന്റെ കോലവും വല്ലാണ്ട എന്നെ ആർക്കും വേണ്ട ഇരുൾ മൂടിയാൽ തീമിനെ ഒപ്പിച്ച് ലഹരി തേടി നടന്നു ഞാൻ ലഹരി തേടി നടന്നു ഈ ഈശയിലുള്ളത് തീർന്നു എന്റെ ഇരുൾ മൂടിയാ ഇരുൾ മൂടിയാ പലരും നമ്മളെ ഇടങ്ങേറാക്കുന്ന മതിയായ എനിക്ക് ലൈഫ് പലരും നമ്മളെ ഇടങ്ങേറാക്കുന്ന മതിയായ എനിക്ക് ലൈഫ് പതിവായി നമ്മളെ ആട്ടിയകറ്റുന്ന മക്കളും എൻ പ്രിയ വൈഫ് പലരും നമ്മളെ ഇടങ്ങേറാക്കുന്ന മതിയായ എനിക്ക് ലൈഫ് പതിവായി നമ്മളെ ആട്ടിയകറ്റുന്ന മക്കളും എൻ പ്രിയ വൈഫ് ചങ്കുകളായൻ കൂടെ നടന്നവരെല്ലാം ചെറ്റകളാണ് ചങ്കുകളായൻ കൂടെ നടന്നവരെല്ലാം ചെറ്റകളാണ് നെഞ്ചിലെ ചോരയും പണവും തീർന്ന പാകും പാറ്റകളാണ് നെഞ്ചിലെ ചോരയും പണവും തീർന്ന പാകും പാറ്റകളാണ് ഇരുളൂടിയാൽ തീമിനെ ഒപ്പിച്ച് ലഹരി തേടി നടന്നു ഞാൻ ലഹരി തേടി നടന്നു ഈ ഈശയിലുള്ളത് തീർന്നു എന്റെ കോലവും വല്ലാണ്ട എന്നെ ആർക്കും വേണ്ട ഇരുൾ മൂടിയാ ഇരുൾ മൂടിയാ മുണ്ടുമഴിച്ച് തലയിൽ ചുറ്റി കറങ്ങി ഞാൻ ഈ നാട്ടിൽ മുണ്ടുമഴിച്ച് തലയിൽ ചുറ്റി കറങ്ങി ഞാൻ ഈ നാട്ടിൽ സ്വബോധമില്ലാതെ അനവധി രാത്രി കിടന്നു ഞാൻ നടുറോട്ടിൽ മുണ്ടുമഴിച്ച് തലയിൽ ചുറ്റി കറങ്ങി ഞാൻ ഈ നാട്ടിൽ സ്വബോധമില്ലാതെ അനവധി രാത്രി കിടന്നു ഞാൻ നടുറോട്ടിൽ കണ്ണു കുഴിഞ്ഞും കവിളുകളൊട്ടി കോലം കെട്ടവരിവിടെ കണ്ണു കൊഴിഞ്ഞും കവിളുകളൊട്ടി കോലം കെട്ടവരിവിടെ എല്ല് പൊളിഞ്ഞും ബോഡി മെലിഞ്ഞും ബോധം കെട്ടവരിവിടെ എല്ല് പൊളിഞ്ഞും ബോഡി മെലിഞ്ഞും ബോധം കെട്ടവരിവിടെ ഇരുൾ മൂടിയ തീമിനെ ഒപ്പിച്ച് ഇരുൾ മൂടിയാൽ തീമിനെ ഒപ്പിച്ച് ലഹരി തേടി നടന്നു ഞാൻ ലഹരി തേടി നടന്നു ഈ ഈശയിലുള്ളത് തീർന്നു എന്റെ കോലവും വല്ലാണ്ട എന്നെ ആർക്കും വേണ്ട ഇരുൾ മൂടിയാൽ തീമിനെ ഒപ്പിച്ച് ലഹരി തേടി നടന്നു ഞാൻ ലഹരി തേടി നടന്നു ഈ ഈശയിലുള്ളത് തീർന്നു എന്റെ കോലവും വല്ലാണ്ട എന്നെ ആർക്കും വേണ്ട ഇരുൾ മൂടിയാ ഇരുൾ മൂടിയാ ചൊല്ലുകയാണ്. അവിടെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞയ്ക്ക് വേണ്ടി കൈയൊന്ന് മുന്നോട്ട് വെക്കണമെന്ന്
പറയാണ്. എല്ലാവരും ഓഡിയൻസ് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടി കൈ മുന്നോട്ട് പിടിക്കുക. എല്ലാവരും എൻ്റെ മുന്നിലേക്ക് നിന്ന് എല്ലാവരും. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എൻ്റെ കടമ നിറവേറ്റുമെന്നും എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് ലഹരിക്കെതിരെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മനസ്സും ശരീരവും നന്നാവട്ടെ. 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 താങ്ക് യു. പ്രിയമുള്ളവർ, താങ്ക് യു പ്രിയമുള്ളവരെ. അപ്പോ ലഹരിക്കെതിരെയുള്ള ആ ഒരു സ്കിറ്റ് അല്ലെ, നിങ്ങളിലേക്ക് ഒരു വലിയ സന്ദേശമാണ് എത്തിച്ചിരിക്കുന്നത്. ഒരു നല്ല ഗൈഡ് കൊടുക്കാം അല്ലെ, നാസർക്കായും ടീമിനും ഒരു ഗംഭീര ഗൈഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഒരു നല്ല ഗൈഡ് കൊടുക്കാം, നിറഞ്ഞ ഗൈഡ് കൊടുക്കാം. അസിമാഷിനും എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ സ്റ്റേജ് ഒന്ന് ക്ലിയർ ചെയ്യാം. വെൽക്കം മിസ്റ്റർ മഹേഷ്. താങ്ക് യു. അവരുള്ളവരെ അപ്പം നമ്മൾ തുടക്കത്തിലുള്ള ആ ഒരു ഓളം ഇപ്പോഴാണ് എൻ്റെ മുന്നിലുള്ളത്. നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓഡിയൻസിനെ കാണാം. മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ ആ പാലത്തിന്റെ അടുത്ത് വരെ ആളുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി, ആ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് വേണ്ടത്. വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് ഇവിടെ ഉള്ളത് അല്ലെ. ഓളത്തിന്റെ തുടക്കം ഗംഭീരമായി, ഈ വെടിക്കെട്ട് പോലെ തന്നെ. അപ്പോൾ അതില് അടുത്ത തവണത്തേക്ക് അവരെ നൗഷാദിനും ടീമിനും എനിക്ക് ഒരു നിർദ്ദേശം വെക്കാനുള്ളത്, കറക്റ്റ് ഒരു ചാർട്ട് നമുക്ക് ഒരു ഗുഡ് സജഷൻ ആയിട്ട് വെക്കുകയാണ്. ഓക്കെ, ഒരു കറക്റ്റ് ഒരു പ്രോഗ്രാം ചാർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആയിട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അത് കുറച്ച് സമയം നൗഷാദ് പറഞ്ഞു നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, എങ്കില് ഞാനിവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. ആ മ്യൂസിക്കിനനുസരിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. നമുക്കൊരു ക്ലാപ്പ് മ്യൂസിക് പ്ലേ ചെയ്താലോ? നന്ദു റെഡിയല്ലേ? ഈ മ്യൂസിക്കിനനുസരിച്ച് കൈയടിക്കുക. ഓക്കെ, ഒരു നല്ല പോലെ കൈയ്യടി. പോരാ, ഉഷാറായിട്ട് കൈയ്യടിക്കാം മക്കളെ, ഒന്ന് ഉഷാറായിട്ട് കൈയ്യടിക്കാം എല്ലാവരും. ഒരു നല്ല മിമിക്രിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇവിടെ നൗഷാദ് ടീമും കുറച്ച് ഗിഫ്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് വേണ്ടത് ഒരു 10 ആക്റ്റീവായിട്ടുള്ള യുവാക്കളെ കാണുന്നു. 4 ഇവരൊക്കെ തന്നെയാണ് ഈ ഓണത്തിന്റെ പിന്നണി പ്രവർത്തിച്ച ആളുകൾ. എനിക്ക് തോന്നുന്നു 10 പേരായോ? എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 5, ഇനി 6 വരട്ടെ. അടുത്ത ആള് 6 പേരായി. ഒരു 4 പേരോട്. ഓക്കെ, യെസ്. ഇനി 2 പേര് കൂടെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഓണത്തിന്റെ ആ ഒരു ഐക്യം ഇവിടെ നോക്കുകയാണ്. പെട്ടെന്ന് വരാം. അതെ, 9, എനിക്ക് തോന്നുന്നു 10 പേരായി. ഓക്കെ, നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്. 10 ആളായി അല്ലേ? 10 ആളായി തോന്നുന്നു അല്ലേ? ഇനി നിങ്ങൾ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് നിൽക്കോ? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഒരാളെ മറയാതെ നിൽക്കൂ. എക്സ്ക്യൂസ് മീ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഒന്ന് നിൽക്കണം പ്ലീസ്. ഇവിടെ ഫ്രണ്ടില്. ഓക്കെ, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ നിങ്ങൾ പെയർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ 2 പേരും ഒരു ടീം, നിങ്ങൾ 2 പേരും ടീം, നിങ്ങൾ 2 പേരും ടീം. ആള് കൂടുതലാണ്, ഒന്ന് ഒരാളെ കൂടെ വിളിക്കാം പെട്ടെന്ന്. ഓക്കെ, റെഡി. അപ്പൊ 5 ടീമിനെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കൂട്ടത്തില് ഓണത്തിന്റെ ഏറ്റവും
ഐക്യമുള്ള പെയർ ഏത് എന്ന് നമ്മളിന്ന് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? ഈ രണ്ടുപേരാണ് ആദ്യം മത്സരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വാ, പറഞ്ഞുതരാം. ഇവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, ഇവിടെ 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 ഒരു ഫേസ് ടു ഫേസ് ആയി നിങ്ങൾ നോക്കി നിൽക്കുക. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഗെയിമിലേക്ക് പോവാണ്. നിങ്ങൾക്കൊരു ബോൾ തരികയാണ്, നല്ല സ്മൈലി ബോളാണ്. എല്ലാവരും അല്ലേ കാണുക തരികയാണ്. ആ ബോൾ ഒന്ന് പാസ് ചെയ്തേ, ഒന്ന് എറിഞ്ഞു കൊടുത്തോളൂ, കുഴപ്പമില്ല. തിരിച്ച് വളരെ സിമ്പിൾ അല്ലേ? എറിഞ്ഞു, പതുക്കെ പതുക്കെ. ഓക്കെ, ഞാൻ ഇത്ര സിമ്പിൾ ടാസ്ക് ഇവരെ ഏൽപ്പിക്കുന്നില്ല. വളരെ ബുദ്ധിമുട്ടിക്കാനുള്ള പരിപാടിയാണ്. ഈ വയറൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒന്ന് കുറച്ചുകൂടെ പിറകോട്ട് നിൽക്കുക. റെഡി? കൈ പിറകിൽ വെക്കുക, കൈ പിറകിൽ വെക്കുക. രണ്ടുപേരും കൈ പിറകിൽ. ഇനി കൈക്ക് റോളില്ല, കഴുത്തിനാണ് റോള്. പിടിക്ക്, കഴുത്ത് പിടി. റെഡി? ഓക്കെ. താങ്കൾ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ മ്യൂസിക് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് സ്റ്റാർട്ടാണ്. ഇവരൊക്കെ ആ മ്യൂസിക്കിനനുസരിച്ച് കൈയടിക്കും. താങ്കൾ ഓടിപ്പോയി കഴുത്തുകൊണ്ട് ആ ബോൾ എടുക്കുക, ഇവിടെ വന്ന് നിൽക്കുക. അപ്പോഴേക്ക് താങ്കൾ ഓടി വന്ന് വീണ്ടും എടുക്കുക. അങ്ങനെ പാസിംഗ് ബോൾ ത്രൂ നെക്ക് എന്ന മത്സരമാണ് ഇവിടെ നടക്കുക. ആ കഴുത്തുകൊണ്ട്. ഓക്കെ, ആശാൻ ഇവിടെ കൊച്ചിനെ ഇപ്പൊ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ഓക്കെ, അതെ, താങ്കളാണ് ആദ്യം പോയി എടുക്കേണ്ടത് മ്യൂസിക് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ. പിന്നെ ഇവിടെ വന്ന് താങ്കൾ നിൽക്കുക, മൂപ്പരോട് വന്ന് എടുത്തോളും. റെഡി? അപ്പൊ ബോൾ വീണ് കഴിഞ്ഞാൽ ഔട്ടാണ്. എല്ലാവരോടും ബോൾ വീണ് കഴിഞ്ഞാൽ ഔട്ടാണ്, പിന്നെ കൗണ്ട് ചെയ്യില്ല. അതാണ് നമ്മുടെ മത്സരം. നിങ്ങൾ റെഡിയല്ലേ? കൈയടിക്കുക. ആണോ? അപ്പൊ നമ്മുടെ ക്യാമറാമാൻമാരും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുക. നല്ല നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്ന വയറൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ അന്ന് പിറകോട്ടായിക്കോളും. ഓക്കെ, ഒരു മിനിറ്റാണ് സമയം. എന്താണ്? ഓക്കെ, ഒരു മിനിറ്റ് സമയമുണ്ട്. 4 5 വീഴാൻ പാടില്ല, വീഴാൻ ഔട്ടാണ്. 5 6 6 അത് ബോളാണ്. 6 7 ഔട്ടായി. ഓക്കെ, ഒരു നല്ല ഗൈഡ് കൊടുക്കാം. കുറച്ചുകൂടെ സ്പേസ് ഒക്കെ വെച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു. നമ്മൾ പിറകില് ഓർക്കസ്ട്ര സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സ്പേസ്. ഒന്ന് കിട്ടി. 2 അടിപൊളി. 2 നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലാണ് കൈയിരിക്കുന്നത്. 2 3 4 5 യെസ് 6 ഫാസ്റ്റ് 6 7 7 8 9 ടൈം ഓവർ. 9. അപ്പൊ 9കാരന് ഒരു നല്ല കൈഡ് കൊടുക്കാം. രണ്ടുപേർക്കും ഒരു നല്ല കൈഡ് കൊടുക്കാം. കഴുത്ത് മാത്രമേ ഉള്ളൂ. റെഡി? ഓക്കെ, ഇവിടുന്ന് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. കുട്ടികളൊക്കെ നല്ല ആവേശത്തിലാണ്. മ്യൂസിക് സ്റ്റാർട്ട്. വരട്ടെ? ഒന്ന് വീഴരുത്. 1 2 വരട്ടെ? 2 ഫാസ്റ്റ് ആക്കാം. 2 3 വീഴരുത്. 3 4 4 5 വീണു. ഓക്കെ, കുഴപ്പമില്ല. റെഡി? അപ്പൊ ഈ ഒരു മത്സരത്തിന്റെ വിന്നേഴ്സ് എന്ന് പറയുന്നത്, സമയമില്ലാത്തതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. വിന്നേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 9കാരാണ്. അവർക്ക് അടുത്ത ഒരു പ്രകടനത്തിന് ശേഷം നമ്മള് Ladies and gentlemen, dreams transforms into thoughts and thoughts leads to action. So work hard with dream. Thank you all of you. Thank you. കൂടി ഉൾപ്പെടുത്തി ഞാനതിലൊരു ഭാഗമാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വലിയ പ്രാക്ടീസ്
റിലീസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ, കാരണം ഞാൻ പ്രോഗ്രാമിൻ്റെ ഒരു വഴിക്ക് പോവുകയാണ്. ഉസ്മാന ഇവിടുത്തെ തിരക്കുകളും കാര്യം ഇതിലുള്ള ഓരോ ആർട്ടിസ്റ്റുകളും ഓരോ ഇതിലായിരുന്നു. അതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സ്കിറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ഒരു കയ്യൊരു ഉഷാറായിട്ട് ഒരു വടക്കം കിട്ടുമ്പോൾ അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഉസ്മാനെ പോലുള്ള ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് കുറ്റിക്കടൽ. എല്ലാവർക്കും നല്ല പ്രോത്സാഹനം കൊടുത്തിട്ട് നല്ല ഉഷാറാക്കിയിട്ട് നമ്മുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് 2 പാട്ട് പാടിയിട്ട് ഞാൻ വേഗം ഈ വേദിയോട് വിട പറയുകയാണ്. മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകളാണ് പാടാറ്. കുറച്ച് അടിപൊളി പാട്ടുകൾ ഗോതറിക്കലോട് ചേഞ്ച് സോങ് പാടുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് ചെറുതാക്കി കട്ട് ചെയ്ത് പാടിയത്. ഒക്കെ ഒരു Kaya
ചന്ദന കച്ചവടം പെണ്ണിന്റെ കുട്ടേനെ മീനായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുവട വികാരി പെണ്ണിനെ കണ്ടേര ചന്തല്ലികാരി ചന്ദിരേ പെണ്ണിന്റെ കുട്ടേനെ വെയ്യുള്ള പിടക്കണ വീരാലേ പ്രിയമൊഴി